ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം. അതിദരിദ്രൻ ഇപ്പോ സത്യത്തിൽ ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല. അത്യാവശ്യത്തിനൊക്കെ കാശ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചത്. അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ 1 നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തും പറയുന്നുണ്ട്. പക്ഷേ കുറേ ഉണ്ട്. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഫസ്റ്റിൽ 90കളിൽ മന്ത്രിയായ കാലത്ത് മുതൽ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ്. ആയുർദൈർഘ്യം, ആരോഗ്യം, ലിറ്ററസി, അങ്ങനെ പലതുമുണ്ട്. ആ നേട്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ്. ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫ്രീ. അതുപോലെ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെന്റ്, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു ലിറ്ററസി ആ വക നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായതും മറ്റു സംസ്ഥാനങ്ങളൊക്കെ മുൻകടന്നു പോയതും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായത്. അങ്ങനെ ഓരോ മേഖല നമ്മൾ ആശുപത്രികൾ, ചികിത്സ ബെറ്റർ ആയിരുന്നു കേരളത്തിൽ. പൊതു ചികിത്സ, ഫ്രീ ചികിത്സ, ആശുപത്രികൾ, സാധാരണക്കാർക്ക് ചികിത്സ കിട്ടലും ബെറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കൂടിയത്. കുത്തിവയ്പ്പ് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രിവെന്റീവ് നടപടികൾ കൂടുതലാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കൽ കൂടുതലാണ്, ബോധവൽക്കരണം കൂടുതലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? അതാ ഞാൻ പറഞ്ഞു, ഈ അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടാക്കും. അതായത് ഗവൺമെന്റ് എന്ന അതിദരിദ്രൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുന്നില്ല, പിന്നെ കോഴ്സുകൾ അനുവദിക്കുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ ആശുപത്രികളിൽ പറയണ്ടല്ലോ, മരുന്നില്ല, സാധനമില്ല, ക്വാളിറ്റി മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കട്ടാണ് സ്ഥിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലുള്ള എവിടെയെങ്കിലും ഒന്ന് സാമ്പിളായിട്ട് പോയി നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാൽ കട്ടാണ്. ജനങ്ങളുടെ സ്ഥിതി വളരെ കട്ടാണ്. ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മേനി നടിച്ച് നടന്നാൽ മതിയോ? അതിൽ വളരെ നേരത്തെ ഉള്ള ക്വാളിറ്റി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഡോക്ടർമാർക്ക് നേരത്തെ ചെലവഴിച്ചിരുന്ന അത്ര സമയം രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ല. കാരണം രോഗികൾ ക്യൂ നിൽക്കുകയാണ്. മരുന്ന് അവിടുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയില്ല. പിന്നെ ഈ നമ്മളെ പിന്നെ അതിഥി തൊഴിലാളികളൊക്കെ എത്ര അധികം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു, ഇവിടെ പിന്നെ സമ്പന്നമാണ് എന്നൊക്കെ ഈ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിലും അതുപോലെ തന്നെ US, യൂറോപ്പ്, ലോകത്ത് മുഴുവൻ പോയി മലയാളികൾ കുറെ പണം അയക്കുന്നത് കൊണ്ട്, NRI റെമിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ റെമിറ്റൻസ് കൊണ്ട് ഇതുകൊണ്ടൊക്കെ കുറച്ച് ചെലവഴിക്കാനും സാമ്പത്തിക ഒരു പവറൊക്കെ നമുക്ക് പ്രത്യേകമായി കേരളത്തിനുള്ളത് കൊണ്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം റെമിറ്റൻസ് ഉള്ള സ്റ്റേറ്റ് കേരള ആയതുകൊണ്ടായിരുന്നു അത്. അപ്പോഴും ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരുന്ന മേഖലയാണ് ദരിദ്രർ. ആ ദരിദ്ര ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായതാണ് ഗവൺമെന്റ് ഇപ്പൊ ചെന്നുപെട്ടിരിക്കുന്ന വല്ലാത്ത സ്ഥിതി. അതാണ് ഗവൺമെന്റ് അതിദരിദ്രനായപ്പോൾ ജനങ്ങൾ അതിലും വലിയ ദരിദ്രരാവുക ചെയ്തത്. ക്വാളിറ്റി ചികിത്സ കിട്ടുന്നില്ല, പിന്നെ ഹൗസിംഗ് വേണ്ട മാതിരി കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? റോഡുകളിൽ എസ്റ്റിമേറ്റ് നിയന്ത്രണം വെച്ചിരിക്കല്ലേ. പ്ലാൻ ഫണ്ട് മുഴുവൻ പെർസെന്റേജ് ചെലവാക്കുന്നുണ്ടോ? ചെലവാക്കാൻ കഴിയില്ല. കട്ടോട് കട്ട്. ഇപ്പോ വലിയ പ്രഖ്യാപനം നടത്തിയില്ല അസംബ്ലിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട് നിങ്ങളത് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞതുകൊണ്ടിരുന്നത് മുഴുവൻ നമുക്കിപ്പോൾ ടാക്സേഷൻ പവർ ഇല്ലല്ലോ, അതുകൊണ്ട് പണം കണ്ടെത്തുക വലിയ പ്രയാസം തന്നെയാണ്, സംശയമൊന്നുമില്ല. സഹകരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇപ്പം എത്ര നിങ്ങൾ നാട്ടിലുള്ള ഓരോ ബാങ്കിലും ചോദിച്ചു നോക്കും, അവിടുന്നൊക്കെ കിട്ടാവുന്ന പൈസ ഇതിനകം തന്നെ ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ട്. തരണമെന്ന് ഓർഡർ ഇറക്കി സർക്കുലർ അയച്ച് വാങ്ങിയിരിക്കുകയാണ്.
സഹകരണ സ്ഥാപനങ്ങളും ബുദ്ധിമുട്ടാണ്. ഗവൺമെന്റിന്റെ പൈസ കൊടുക്കാനുള്ള സർക്കുലർ വരുമോ എന്നുള്ളത് പേടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി പാവപ്പെട്ടവന് കിട്ടിക്കൊണ്ടിരുന്ന സർവീസ്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മറ്റത് എങ്ങോ എല്ലാം പോയ കാലത്താണ്. അപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യ ബോധമുള്ളത് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ കൂടുതൽ മോശമായിരിക്കുകയാണ് ആളുകളുടെ സ്ഥിതി. പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടില്ലേ? ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്ന് വന്ന വാർത്ത കണ്ടില്ലേ? പിന്നെ അവിടുത്തെ ഒരു ആദിവാസി വീട്ടില് ബാത്റൂമില്ല. യു ഡി എഫിന് തീർച്ചയായിട്ടും ബദലുണ്ട്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ പുരോഗതി ഉണ്ടായത്. കുറച്ചു കാലമായിട്ട് പിന്നെ അതിനെ സംബന്ധിച്ച് കാര്യക്ഷമമായ പ്രവർത്തനം ഇല്ലാത്തത് തന്നെയാണ് പ്രോബ്ലം. ചെലവ് വല്ലാതെ കൂടുന്നു, വേണ്ടതിനല്ല ചെലവ്. കരാർ തൊഴിലാളികൾ അതൊക്കെ അവസാനിപ്പിച്ചാൽ മതി. ഞാൻ വരട്ടെ, ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ബദൽ എല്ലാ കാലത്തും ഉണ്ടായില്ലേ? ഞങ്ങൾ പൊതുമേഖല റീസ്ട്രക്ചറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ? 90കളിൽ പറഞ്ഞു. ഒരു ശക്തിയായി എതിർത്തുകൊണ്ടാണ് 90കളിൽ പൊതുമേഖല റീസ്ട്രക്ചറിങ്. ഇപ്പൊ എത്ര കോടി പോയി? അപ്പൊ ശമ്പളം കൊടുക്കാൻ വേണ്ടി അന്ന് റീസ്ട്രക്ചറിങ്ങിനെ എതിർത്തവർ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ വേണ്ടി കല്ല് വെട്ടി വിൽക്കുകയാണ്. കോമ്പൗണ്ടിലുള്ള ചെങ്കല്ലുണ്ടെങ്കിൽ അത് വെട്ടാൻ അനുവാദം കൊടുക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ. അവിടെ എത്തി മെഷീനറിയൊക്കെ വിറ്റ് തീർന്നു കൊണ്ടുപോയി. ഇവിടെ അഗ്രിക്കോട്ടും അവിടെ പോയി അന്വേഷിച്ചു നോക്കി. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ എന്നുള്ളത്. റീസ്ട്രക്ചറിങ് ചെയ്തിരുന്നെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്രയധികം പണം ചോർത്തൂലായിരുന്നു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വെറുതെ പണം ചോർത്തി. ഇപ്പൊ എഡ്യൂക്കേഷൻ സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നു. അതുകൂടി വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? യു ഡി എഫ് അന്നേ പറഞ്ഞു. ഇപ്പോഴും ആൾട്ടർനേറ്റീവ് അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇവര് തുടങ്ങിയപ്പോ അവർ വല്ലാണ്ടാണ് പോയി. പാടാത്തം പാടി ഇപ്പൊ പാട്ടോട് പാട്ട് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോ കിട്ടാവുന്നതൊക്കെ സ്വകാര്യ മേഖല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഒരുപാട് വൈകി. പക്ഷെ ഇപ്പോഴും അവരെ നയത്തിൽ